ഓക്കെ, സോ സ്റ്റാർട്ട് ചെയ്യാം. സോ ഇന്ന് ഞാൻ ഈ ഒരു സെഷൻ്റെ ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്, പലവരും ഞാനും സ്റ്റാർട്ടിങ്ങിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുമ്പം ഒരു 70 to 80 റേഞ്ചിൽ വന്ന് സ്റ്റക്ക് ആവുമായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കുറച്ച് ഞാൻ ട്വീക്സും കുറച്ച് സ്ട്രാറ്റജീസ് എല്ലാം അപ്ലൈ ചെയ്തപ്പം ഐ വാസ് ഏബിൾ ടു കൺസിസ്റ്റൻ്റ്ലി പുഷ് ഇറ്റ് അബവ് 100. ഓക്കെ, എപ്പോഴും അല്ല, എന്നാലും ഒരു ഓൺ ആൻ ആവറേജ്. അപ്പം ആ ഒരു ഞാൻ കുറച്ച് യൂസ് ചെയ്ത ടിപ്സും സ്ട്രാറ്റജീസും ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുക എന്നുള്ള ആണ് ഇതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇതിപ്പം ഒരു സിംഗിൾ സ്ട്രാറ്റജി അല്ല, പലവരും പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ട്. പല ടോപ്പേഴ്സും പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോട്ടലി വേരിയഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ യൂസ്ഫുൾ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ആൻഡ് ഡെഫിനറ്റ്ലി ഹാവ് യുവർ ഓൺ ഐഡിയ ഓഫ് വാട്ട് വർക്ക്സ് ഫോർ യു. ഓക്കെ, ഇപ്പം ഞാൻ പറയുന്നത് തന്നെ സ്റ്റിക്ക് ചെയ്യണം എന്നല്ല, ഞാൻ എനിക്ക് വർക്ക് ചെയ്ത് എന്താണെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാത്തത് നിങ്ങൾക്ക് ടേക്ക് ഔട്ട് ചെയ്യാം. സോ ഞാൻ ആദ്യം എൻ്റെ ഒന്ന് സ്ട്രാറ്റജി പറയും, അത് കഴിഞ്ഞിട്ട് യു ക്യാൻ ആസ്ക് മീ എനി ഡൗട്ട്സ് ദാറ്റ് യു ഹാവ് ഓർ എനി ക്ലാരിഫിക്കേഷൻസ് ദാറ്റ് യു നീഡ് ഓർ ഇഫ് യു ഹാവ് എനി ഇഷ്യൂസ്, അത് ഞാൻ ക്ലിയർ ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് തിങ് ഇസ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് ഈ ഒരു എക്സാമിൻ്റെ എന്ന് പറഞ്ഞത് ക്ലിയർ ചെയ്യാനാണ്. ഓക്കെ, അപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ക്ലിയർ ചെയ്യണം. ആ ഒരു മൈൻഡ് സെറ്റിൽ തന്നെ ട്രൈ ടു അപ്രോച്ച് ദി എക്സാം. ഇതൊരു ഫെയർനെസ് ആയിട്ടോ നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ടത് കാരണം നമുക്ക് മാർക്ക് തരണം എന്നുള്ളൊരു ഹോപ്പും അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന ഒന്നും വേണ്ട. നമുക്ക് എങ്ങനെയെങ്കിലും ഈ എക്സാം പ്രിലിംസ് ഒന്ന് ക്ലിയർ ചെയ്യണം. ഓക്കെ, സോ അതിനായിട്ട് വി കൻ യൂസ് എനി സ്ട്രാറ്റജി ഓർ എനി തോട്ട് പ്രോസസ് ദാറ്റ് വർക്ക്സ് ഫോർ us. ഓക്കെ, ഇൻ ജനറൽ എല്ലാവരുടെയും കണ്ടന്റ് ലെവൽ മോർ ഓർ ലെസ് ഒക്കെ സെയിം ആയിരിക്കും. എല്ലാവരും പഠിക്കുന്ന ബുക്സ് സ്റ്റാൻഡേർഡ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ കുറേ ടെസ്റ്റ് പേപ്പർ ഒക്കെ ചെയ്യുമെങ്കിലും അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്നും എപ്പോഴും ഓർമ്മ ഉണ്ടാവത്തില്ല അല്ലേ. സോ അതുകൊണ്ട് തന്നെ വാട്ട് ഐ വുഡ് സേ ഇസ്, നമുക്ക് എപ്പോഴും ബേസിക് ആയിട്ട് കയ്യിൽ വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് മേക്ക് ഷുവർ ദാറ്റ് യു ആർ തറോ വിത്ത് ഇറ്റ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ബുക്സ്, എസ്പെഷ്യലി പോളിറ്റീൻ്റെ ലക്ഷ്മികാന്ത് ആയാലും മോഡേൺ ഇന്ത്യ, സ്പെക്ട്രം, പിന്നെ അതുപോലെ NCERTs, പിന്നെ കറണ്ട് അഫയേഴ്സ്, ഏതെങ്കിലും ഒരു കറണ്ട് അഫയേഴ്സ് മാഗസിൻ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ യു ഷുഡ് ഹാവ് വെരി തറോ നോളജ്. സോ ഇതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഐ ജസ്റ്റ് ഷോ യു മൈ ഫസ്റ്റ് സ്ലൈഡ് which is basically this 30-70 rule. Okay, rule അല്ല, ജസ്റ്റ് ഒരു എൻ്റെ ഒബ്സർവേഷൻ ആണ്. സോ വാട്ട് ദിസ് മീൻസ് ഇസ്, എസ്പെഷ്യലി UPSC എക്സാമിന്, ഓക്കെ, മോക്ക് ടെസ്റ്റിന് ഇത് മോസ്റ്റ്ലി നടക്കാറില്ല, ബട്ട് UPSC എക്സാമിന് റഫ്ലി ഒരു 20 to 30 ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് ഷുവർ ആയിട്ട് അറിയാവുന്ന ഉണ്ടാവത്തുള്ളൂ. ദാറ്റ് ഇസ് ക്വസ്റ്റ്യൻസ് ദാറ്റ് വി നോ ഫോർ 100%. അതായത് നമുക്ക് ഉറപ്പായിട്ടും അറിയാവുന്ന ഒരു യൂഷ്വലി 20 to 30 ക്വസ്റ്റ്യൻസ് മാത്രമേ കാണത്തുള്ളൂ. മോക്ക് ടെസ്റ്റിന് കുറച്ചും കൂടെ കാണാറുണ്ട്, ബട്ട് ഇൻ ജനറൽ UPSC എപ്പോഴും ഫൈൻസ് വേ ടു സർപ്രൈസസ്. ഓക്കെ, സോ എപ്പോഴും ഒരു 20 to 30 ക്വസ്റ്റ്യൻസ് നമുക്ക് ഡയറക്റ്റ് അറിയാവുന്ന ഉണ്ടാവും, അത്രയും മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഓക്കെ, സോ ഡോണ്ട് എക്സ്പെക്ട് ദാറ്റ് നമ്മൾ നന്നായിട്ട് പഠിച്ചു പോകുന്നതുകൊണ്ട് ഒരു 50 ചോദ്യം നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഉണ്ടാവുന്ന, അതിന് ചാൻസ് ഓൾമോസ്റ്റ് നില്ലാണ്. ഓക്കെ, പക്ഷേ ഈ 20 to 30 ക്വസ്റ്റ്യൻസ് മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് മിസ് ഔട്ട് ഓൺ. ഓക്കെ, ദാറ്റ് ഇസ് വൺ ഓഫ് ദ ഫസ്റ്റ് സ്റ്റെപ്സ് ടു ഗെറ്റിംഗ് 100+. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് വി ആർ എക്സ്പെക്റ്റഡ് ടു ഗെറ്റ്, എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റാൻഡേർഡ് ബുക്സിൽ നിന്ന്, NCERTC എന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, സ്പെക്ട്രത്തിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ പോളിറ്റി ലക്ഷ്മികാന്ത് നമ്മൾ പഠിക്കുന്ന ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള ക്വസ്റ്റ്യൻസ് മിസ് ഔട്ട് ചെയ്യാൻ പാടില്ല. ഇതാണ് നമ്മുടെ ബേസ്. ഇതിലാണ് നമ്മൾ ഇനി ബിൽഡ് ചെയ്യാൻ പോകുന്നത്. പിന്നെ മാപ്സ്. ഓക്കെ, മാപ്പ് വി ആർ എക്സ്പെക്റ്റഡ് ടു ലേൺ. ഇന്ത്യൻ്റെ വേൾഡിൻ്റെ മാപ്പ് ഇത് തറോ ആയിട്ട് തന്നെ പഠിക്കാൻ ഐ വുഡ് സജസ്റ്റ്. നമ്മൾ കറണ്ട് അഫയേഴ്സ് മാഗസിൻ വായിക്കുമ്പോൾ കുറച്ച് മാപ്പും കൺട്രിയൊക്കെ കാണുന്നുണ്ടാവും, പക്ഷെ അതല്ല, പ്രോപ്പറായിട്ട് ഓരോ കോണ്ടിനെന്റും എടുത്ത് ആ ഒരു കോണ്ടിനെന്റിലെ രാജ്യങ്ങൾ ഏതൊക്കെയാണ്, ബൗണ്ടറീസ് എവിടെയൊക്കെയാണ്, റിവേഴ്സ് ഏതൊക്കെ അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്നുണ്ട്, മേജർ മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയാണ്. ഓക്കെ, ഇങ്ങനെ ഒന്ന് കോംപ്രിഹെൻസീവ് ആയിട്ട് 7 കോണ്ടിനെന്റിന്റെ ഇന്ത്യൻ്റെ എല്ലാ റീജിയൻസിനെയും പഠിക്കുവാണെങ്കിൽ ഫോർ എവറി പ്രിലിംസ് ഇറ്റ് ഹാസ് ഹെൽപ്പ് മീ. ഓക്കെ, എൻ്റെ ഒന്നോ ചിലപ്പോൾ 2 ക്വസ്റ്റ്യൻസ് വരെ എളുപ്പത്തിൽ ഇങ്ങനെ കിട്ടാൻ പറ്റും. അത് മിസ് ഔട്ട് ചെയ്യരുത്. ഓക്കെ, പിന്നെ കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ, ലൈക്ക് ഇന്ത്യയിലുള്ള ബയോസ്ഫിയർ റിസർവ്സ്, മേജർ റിവേഴ്സ്, പിന്നെ നാഷണൽ പാർക്സ് പലവരും ചോദിക്കാറുണ്ട് 100 എണ്ണം ഒക്കെ പഠിക്കാൻ പറ്റുമോ എന്ന്. ഓക്കെ, 100 എണ്ണം പഠിക്കുന്നത് അത്ര ഡിഫിക്കൽട്ട് ഒന്നും അല്ല, നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യവും ഇല്ല. ഓൾ വി നീഡ് ടു നോ ഇസ്
ഇപ്പോൾ കേരളം എടുത്താൽ കേരളത്തിൽ 5 നാഷണൽ പാർക്ക് ഉണ്ട്. അത് എവിടെയൊക്കെയാണ് എന്നൊന്ന് നോക്കി വെച്ചാൽ മതി. അതുപോലെ ഗുജറാത്തിൽ ഒരു 3 ഉണ്ട്. അത് എവിടെയൊക്കെയാണെന്ന് നോക്കി വെച്ചാൽ മതി. ബൈ ഹാർട്ട് ഒന്നും പഠിക്കണ്ട. ബാക്കി ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വന്നോളും. ഓക്കെ. അപ്പൊ നാഷണൽ പാർക്സും ടൈഗർ റിസർവ്സും അതുപോലെ മേജർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രൊജക്ട്സ്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഇങ്ങനെയുള്ള കുറച്ച് ബേസിക് കാര്യങ്ങളും ഒക്കെ നോക്കി വെക്കണം. ഓക്കെ. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഓപ്ഷൻസിൽ എലിമിനേറ്റ് ചെയ്യാനും യൂസ് ചെയ്യും. ഓക്കെ. സോ ഇതാണ് ഞാൻ ബേസിക്സ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ് ബുക്സ്, NCERTs, മാപ്പ്, പിന്നെ ഇങ്ങനെയുള്ള കുറച്ച് ലിസ്റ്റ് ദാറ്റ് വി ആർ എക്സ്പെക്ടഡ് ടു ലേൺ. ഇത്രയും പഠിക്കുവാണെങ്കിൽ ഐ ക്യാൻ അഷ്യൂർ യു ബിറ്റ്വീൻ 20 to 30 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് 100 ക്വസ്റ്റ്യൻസിൽ നിന്ന് കിട്ടും. ഓക്കെ. അവിടെ തന്നെ നമുക്ക് 40 to 60 മാർക്സ് എളുപ്പത്തിൽ കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ഡിഫിക്കൽട്ട് ആണ്. ഇറ്റ് ക്യാൻ ഹാപ്പൻ ദാറ്റ് 20-21 ക്വസ്റ്റ്യൻസ് അറിയത്തുണ്ടാവത്തുള്ളൂ. ബട്ട് സിംപ്ലർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് സംടൈംസ് 30-32 ക്വസ്റ്റ്യൻസ് വരെയൊക്കെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടും. ഇനി എൻ്റെ ഇന്നത്തെ സെഷൻ ഇസ് ഗോയിങ് ടു മോസ്റ്റ്ലി ബി ഫോക്കസിങ് ഓൺ ദ റെസ്റ്റ് 70. ഓക്കെ. കാരണം ഈ ഒരു 30 ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ആർ എക്സ്പെക്ടഡ് ടു ഗെറ്റ് മാക്സിമം 1-2 ഒക്കെ തെറ്റിക്കാൻ കുഴപ്പമില്ല. ചിലപ്പം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, തിങ്ക് 2021 പ്രിലിംസിൽ ഒരു ഡയറക്റ്റ് ലക്ഷ്മികാന്തി എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എനിക്കറിയാം ലക്ഷ്മികാന്തി ഏത് പേജിലാണെന്ന്, പക്ഷെ അപ്പോൾ ആ നമ്പർ ഓർമ്മയുണ്ടായില്ല. അത് 10 ആണോ 15% ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് വന്നു. ഓക്കെ. അങ്ങനെ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ തെറ്റും. അങ്ങനെ വന്നാലും ഡോണ്ട് പാനിക്, ഇറ്റ് ഇസ് ഓക്കെ, വി നീഡ് ടു മൂവ് ഓൺ. ഞാൻ ടൈം മാനേജ്മെന്റ് വരുമ്പോഴത്തേക്ക് പറയാം എങ്ങനെ ടൈം മാനേജ് ചെയ്യണമെന്ന്. ബട്ട് ഇറ്റ്സ് ഓക്കെ. ബട്ട് ഇൻ ജനറൽ വി ആർ സപ്പോസ് ടു ഗെറ്റ് ഇപ്പോൾ 25 ക്വസ്റ്റ്യൻസ് ഡയറക്റ്റ് ഉണ്ടെങ്കിൽ അതിലൊരു 23-22 ക്വസ്റ്റ്യൻസ് നമുക്ക് എളുപ്പത്തിൽ കിട്ടാൻ പറ്റും. ഓക്കെ. Now I am going to focus on the rest 70 of the questions. ഈ 70 questions-ൽ around 40 to 50 questions will be questions in which you can eliminate 2 options. Okay. 4 ഓപ്ഷൻ ഉള്ളതിൽ 2 ഓപ്ഷൻ നമുക്ക് എളുപ്പത്തിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള 2 ഓപ്ഷനിലായിരിക്കും ഡൗട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വി ഹാവ് ടു അറ്റംപ്റ്റ്. ഓക്കെ. ഇത് അറ്റംപ്റ്റ് ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്, പല രീതികളുണ്ട്, പലവർക്കും പല സ്ട്രാറ്റജീസും ഉണ്ട്. അപ്പൊ ഞാനിവിടെ എനിക്ക് എന്താ വർക്ക് ആയെന്നാണ് പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് വർക്ക് ആവുന്നത് അത് യൂസ് ചെയ്യാം. എൻ്റെ എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ട് തോന്നുവാണ് ജസ്റ്റ് യൂസ് ഇറ്റ്. ഓക്കെ. ബട്ട് ഹാവ് യുവർ ഓൺ സ്ട്രാറ്റജി as well. ഓക്കെ. സോ തിങ്സ് ദാറ്റ് ഐ ഡിഡ്. ഓക്കെ. ഡീലിംഗ് വിത്ത് റാൻഡംനെസ്. സോ റാൻഡംനെസ് ഉണ്ടാവും, റാൻഡം ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ. എസ്പെഷ്യലി ലാസ്റ്റ് ഒരു 2-3 years ആയിട്ട് 2020 തൊട്ടിട്ട് UPSC is increasing random questions. ഓക്കെ. റാൻഡം ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു പോകാത്ത ഏരിയാസും നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങളും നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത കാര്യങ്ങളും ഒക്കെ UPSC ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു റാൻഡംനെസ് വി ഷുഡ് എക്സ്പെക്ട് ഇറ്റ്. വൺസ് വി ആർ എക്സ്പെക്ടിങ് ദിസ് റാൻഡംനെസ് ഇറ്റ് ഇസ് ഈസിയർ ഫോർ അസ് ടു ഡീൽ വിത്ത് ഇറ്റ്. ഞാൻ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നതെന്ന് കുറച്ച് സ്ട്രാറ്റജീസ് പറയാം. സോ വി നീഡ് ടു പ്ലേ വിത്ത് ദി ഓഡ്സ്. പ്ലേയിങ് വിത്ത് ദി ഓഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ എത്ര മാർക്കാണ്? 2 മാർക്ക് കിട്ടും. ഒരു ക്വസ്റ്റ്യൻ പോവുകയാണെങ്കിൽ -0.66 മാത്രമേ പോകുന്നുള്ളൂ. സോ നമുക്ക് 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. കാരണം നമുക്ക് 50% ചാൻസ് ഉണ്ട് കറക്റ്റ് ആവാൻ. അങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്ത് 5 ക്വസ്റ്റ്യൻ കറക്റ്റ് ആവാൻ ഒരു നോർമൽ പ്രോബിലിറ്റി ഉണ്ട്. 5 ക്വസ്റ്റ്യൻ മാത്രം കറക്റ്റ് ആയി ബാക്കി 5 തെറ്റിയാൽ തന്നെ നമുക്ക് നെറ്റ് പോസിറ്റീവ് ആണ്, അല്ലേ? അതുകൊണ്ട് വേഴ്സ്റ്റ് കേസ് നിങ്ങൾക്ക് 2 ഓപ്ഷൻ ഒന്നും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലാണ്ടെങ്കിൽ റാൻഡം ആയിട്ട് ഒരു ഓപ്ഷൻ അങ്ങ് മാർക്ക് ചെയ്യുക. ഓക്കെ. അങ്ങനെ ഒരു 30 ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്താൽ നമുക്കൊരു നോർമലി ഒന്നും പഠിക്കാത്ത ഒരാൾക്ക് പോലും 15 ക്വസ്റ്റ്യൻ കിട്ടും. കാരണം 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി 2 ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് നമ്മുടേതായ ലോജിക്സും ഇൻറ്റ്യൂഷനും ഒക്കെ ഉണ്ടല്ലോ. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഒരു 60 to 70% വരെയൊക്കെ നമ്മുടെ അക്യുറസി കൂട്ടാൻ പറ്റും. അതായത് 10 ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൽ നമുക്കൊരു 6-7 ഒക്കെ കറക്റ്റ് ആക്കാൻ പറ്റും 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ബേസിക് നോളജും മാപ്പിന്റെ നോളജും എല്ലാം യൂസ് ആകുന്നത് ഈ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാനാണ്. കറക്റ്റ് ഓപ്ഷൻ കിട്ടാനല്ല, പക്ഷെ 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാനാണ്. 2 ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ഓക്കെ. ഹാവ് ദാറ്റ് ഫെയ്ത്ത് ഇൻ യുവർ സെൽഫ്, ഹാവ് ദാറ്റ് കറേജ് ടു ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ട്രസ്റ്റ് മീ, ഇറ്റ് ഓൾവേസ് വർക്ക്സ്. ഓക്കെ. എസ്പെഷ്യലി നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് കൂടുന്തോറും പ്രോബിലിറ്റി ഓഫ് ഇറ്റ് വർക്കിംഗ് വിൽ ഇൻക്രീസ്. നമുക്കൊരു 50 ചോദ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരു 25 തൊട്ട് 30 ചോദ്യം വരെ കറക്റ്റ് ആവും. നമ്മൾ 2 ഓപ്ഷനിൽ ഏതെങ്കിലും ഒരെണ്ണം റാൻഡം ആയിട്ട് മാർക്ക് ചെയ്താൽ തന്നെ. പക്ഷെ നമ്മൾ റാൻഡം ആയിട്ടല്ല മാർക്ക് ചെയ്യേണ്ടത്, നമുക്ക് കുറച്ചും കൂടെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യാം. ഓക്കെ. സോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട് ജസ്റ്റ് സോ ദാറ്റ് you will have a better idea of what I'm saying. So 2023 question, I think most of you would have at least seen the question. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് തിങ് നമ്മൾ പഠിച്ചു പോകുന്ന ക്വസ്റ്റ്യൻ അല്ല. കമ്മ്യൂണിറ്റി റിസർവ് എന്താണെന്ന് നമുക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ അതിന്റെ എക്സാക്ട് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയുന്നില്ല. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ട് നമ്മൾ പഠിച്ചില്ലല്ലോ എന്ന് വിചാരിക്കരുത്. നമുക്ക് അറിയാവുന്നത് പോലെയൊക്കെ ചെയ്യണം. ഓൺലൈൻ
ഇഫ് യു ആർ ഫേസിങ് എനി ഡിഫിക്കൽട്ടി ഇൻ സീയിങ് ലെറ്റ് മീ നോ. ഞാൻ വായിച്ചു തരാം. സ്ക്രീൻ വിസിബിൾ ആണ് ഐ എം അസ്യൂമിങ്. സോ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ? വൺസ് ദി സെൻട്രൽ ഗവൺമെന്റ് നോട്ടിഫൈസ് എൻ ഏരിയ ആസ് എ കമ്മ്യൂണിറ്റി റിസർവ്, ഹൗ മെനി ഓഫ് ദി അബവ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്? അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഹണ്ടിങ് ഇസ് നോട്ട് അലൗഡ് ഇൻ സച്ച് എൻ ഏരിയ. ദിസ് ഇസ് എ വെരി ലോജിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഹണ്ടിങ് കമ്മ്യൂണിറ്റി റിസർവ്സിൽ അലൗഡ് ആവാൻ സാധ്യത തീരെ കുറവാണ്. സോ അത് കറക്റ്റ് ആയിരിക്കണം. തൽക്കാലം ഇത്രയും ബേസിക് നോളജ് ഇത്രേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ തന്നെ വാട്ട് ക്യാൻ ബി സേ? ഇതിൽ നിന്ന് 4 ഓപ്ഷനിൽ ഏത് വേണമെങ്കിലും ആവാം. ഇനി people of such area are allowed to collect non-timber forest produce. Chief Wildlife Warden of the state becomes the governing authority of such forest. People of such area are allowed traditional agricultural practices. ഇതിനകത്ത് people of such area are allowed to collect non-timber forest produce എന്നുള്ളത് എനിക്കറിയാം. ഈവൻ നാഷണൽ പാർക്കിൽ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നോർമലി ഈ അവിടെയുള്ള ട്രൈബൽസിനൊക്കെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടും ചെറിയ മഹുവ ട്രീസോ അല്ലെങ്കിൽ എന്തിനൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊരു നോളജ് ഉണ്ട്. അപ്പൊ തന്നെ ഞാൻ ഓൺലി 1 എലിമിനേറ്റ് ചെയ്തു. പിന്നെ യൂഷ്വലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിൽ all 4 അധികം ആവാറില്ല. ഓക്കെ, എന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം കറക്റ്റ് ആണുള്ള ചാൻസ് കുറവാണ് എനിക്കൊരു അസംഷൻ. ഇത് വെച്ചിട്ട് ഐ വുഡ് ഗോ ടു ഐദർ ബി ഓർ സി. ഇതിനകത്ത് എനിക്ക് ഏതാണ് കറക്റ്റ് ഏതാണ് തെറ്റെന്നൊന്നും വലിയ ധാരണയൊന്നുമില്ല. പക്ഷെ ഞാൻ ബ്ലൈൻഡ് ആയിട്ട് ഒന്നെങ്കിൽ ബി അല്ലെങ്കിൽ സി മാർക്ക് ചെയ്യും. ഓക്കെ, അത് തെറ്റാവാം ശരിയാവാം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എനിക്കൊരു 5 ക്വസ്റ്റ്യൻ കിട്ടും. അത് മതി. 5 അല്ല, കുറച്ചും കൂടെ നമ്മൾ പ്രാക്ടീസ് ഒക്കെ ചെയ്ത് 6 ക്വസ്റ്റ്യൻ 7 ക്വസ്റ്റ്യൻ വരെയൊക്കെ കിട്ടും. അത് മതി. ഓക്കെ, നമുക്ക് ഇത് അറിയില്ല എന്ന് പറഞ്ഞ് വിടണ്ട. ട്രൈ ദീസ് ക്വസ്റ്റ്യൻസ് ബിക്കോസ് ഈ ഇടയായിട്ട് UPSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കുറെ റാൻഡം ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതിന്റെ ആക്ച്വൽ ആൻസർ ബി ആണ്. ബട്ട് ഇവിടെ ആൻസറിലല്ല ഞാൻ ഫോക്കസ് ചെയ്യുന്നത്, ഹൗ യു ആർ അറ്റംപ്റ്റിംഗ് ദീസ് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതും ഈ ഇയറിലുള്ള ക്വസ്റ്റ്യൻ ആണ്, 2023 ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് ട്രീസ്. ഓക്കെ, ജാക്ക് ഫ്രൂട്ട്, മഹുവ, ടീക്ക്. ഹൗ മെനി ഓഫ് ദി അബവ് ആർ ഡെസിഡിയസ് ട്രീസ്? ഇതിനകത്ത് എനിക്ക് ആകെ അറിയാവുന്നത് ടീക്ക് എന്ന് പറയുന്ന അല്ലെ മരം നിങ്ങൾക്ക് എല്ലാം അറിയാം. അത് ഇല പൊഴിയുന്ന ഒരു മരമാണ്. ഒരു സ്പെസിഫിക് സീസണിൽ അതിന്റെ കുറെ ഇല പൊഴിയും. അതാണ് ഡെസിഡിയസ് ട്രീസ് അല്ലെ ഡെസിഡിയസ് ഫോറസ്റ്റ് എന്ന് എനിക്കറിയാം. ഇത് നമ്മൾ ബേസിക് ആയിട്ട് NCERT-യിലൊക്കെ പഠിക്കുന്ന ഒരു നോളജ് ആണ്. ഇത്രയും മാത്രമേ ബേസിക് ആയിട്ട് നമുക്ക് ഐഡിയ കാണത്തുള്ളൂ. ചിലവർക്ക് അറിയുന്നുണ്ടാവും ആൻസർ, ചിലവർക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷെ അറിയാത്തവർ ഇത് വിടരുത്. ഒന്ന് ലോജിക് ഉപയോഗിച്ച് നമുക്ക് ഇപ്പൊ തന്നെ അറിയാം ഡി അല്ല ഓപ്ഷൻ, ബിക്കോസ് ഐ നോ ടീക്ക് ഇസ് എ ഡെസിഡിയസ് ട്രീ. ഇനി ചിലപ്പോൾ രണ്ടും ആകാം. പക്ഷെ മഹുവ ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ ട്രൈബൽസ് മഹുവ ട്രീസിന്റെ ഇതൊക്കെ കളക്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് റീസെയിലൊക്കെ. അപ്പം ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഡ്രൈ ഡെസിഡിയസ് ഒരു ഫോറസ്റ്റിലാണ് മഹുവ ഉള്ളത് എന്ന്. ജാക്ക് ഫ്രൂട്ട് ഇവിടെയൊക്കെ കാണുന്നതാണ്. അപ്പം അത് ഡെസിഡിയസും ആവാം എവർഗ്രീനും ആവാം. ഓക്കെ, കാരണം ഇവിടെ 2 ട്രീസും ഉണ്ട്, ബെഡ് ഡെസിഡിയസും ഉണ്ട് എവർഗ്രീനും ഉണ്ട്. ഐ എം നോട്ട് ഷുവർ. പക്ഷെ അവിടെ വെച്ചിട്ട് നമ്മൾ അധികം ആലോചിച്ച സമയമൊന്നും കളയുന്നില്ല. ഞാൻ അത് കാരണം ഓൺലി 1 എലിമിനേറ്റ് ചെയ്യും, നണ്ണും എലിമിനേറ്റ് ചെയ്യും, ഓൺലി 2 ആൻഡ് ഓൾ 3-ൽ ഒരെണ്ണം മാർക്ക് ചെയ്യും. ഓക്കെ, അഗൈൻ കറക്റ്റ് ആവാം തെറ്റാകാം. ബട്ട് ഞാൻ പോസിബിലിറ്റി വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ മാർക്ക് കൂടിക്കൊണ്ടേയിരിക്കും. നമ്മൾ എത്ര ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കൂടുതൽ ചെയ്യുന്നു അത്രയും മാർക്ക് കൂടിക്കൊണ്ടിരിക്കും. ഓക്കെ, ബിക്കോസ് the odds are in our favor and the actual answer UPSC gave is only 2. ഇത് കുറെ പേര് കറക്റ്റ് ആയിട്ടുണ്ടാവും. ഇങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടൊന്നും അല്ല, നമ്മൾ ഒരു ഗസ് എടുക്കുന്നതാണ്. ഓക്കെ, കാൽക്കുലേറ്റഡ് ഗസ്. ഇത് 2023 തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്, മാർസൂപ്പിയൽസിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു വുഡ് ഹാവ് ഓൾസോ സീൻ ദിസ് ക്വസ്റ്റ്യൻ. സോ ഇതിനകത്ത് മാർസൂപ്പിയൽസ് ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ. നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കുമ്പോഴും കുറെ ടെസ്റ്റ് എടുക്കുമ്പോഴും പ്രീവിയസ് ഇയർ ഒക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴും ഒക്കെ നമുക്ക് കുറെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ഗട്ട് ഫീലിംഗ് വരും. അതിനെപ്പറ്റി ഞാൻ പറയാം. സോ ഇതിനകത്ത് ഇപ്പം ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് ഇൻ ഇന്ത്യ ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇടുന്നത് ഒരു ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കാനായിട്ടാണ്. നമ്മൾ കുറെ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു ഐഡിയ വരും. ഇസ് അപ്രോക്സിമേറ്റ്ലി സംതിങ്, മോസ്റ്റ് ഓഫ് ദ സംതിങ് ഇസ് സംതിങ് അല്ലെ, അങ്ങനെ പറയുന്ന ഇങ്ങനത്തെ ക്വാളിഫയേഴ്സ് എല്ലാം ഇടുന്നത്. എങ്ങാനും ആരെങ്കിലും എന്തെങ്കിലും ഒരു എക്സെപ്ഷൻ കൊണ്ടുവരുവാണെങ്കിലും ആ എക്സെപ്ഷൻ കാരണം ഈ ഓപ്ഷൻ തെറ്റരുത്. അതിനായിട്ടാണ് ഇങ്ങനത്തെ ഈ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യുന്നത്, ആർ നോട്ട് നാച്ചുറലി ഫൗണ്ട് എന്നൊക്കെ ഉള്ള. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ആ സ്റ്റേറ്റ്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇൻറ്റ്യൂഷൻ വരും. ഓക്കെ,
ഇത് ശരിയാവാനാണ് സാധ്യത കൂടുതൽ. Marsupials can thrive only in montane grasslands with no predators. ഇത് ആലോചിക്കുമ്പോൾ എനിക്ക് ലോജിക്കൽ ആയിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം മൊണ്ടൈൻ ഗ്രാസ് ലാൻഡ്സ് വിത്ത് നോ പ്രൊഡക്റ്റേഴ്സ്, അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ അന്ന് ആലോചിച്ചത് കോലാബിയേഴ്സിനെ ഒക്കെ പറ്റി അങ്ങനെയല്ല. അപ്പം അതിന് പ്രൊഡക്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ അതിന് സർവൈവ് ചെയ്യാൻ പാടായിരിക്കും കുറെ കാലം. മാത്രമല്ല ഗ്രാസ് ലാൻഡ്സിലും ആണെന്നൊരു അസംഷൻ, അത്രേ ഉള്ളൂ. ഓക്കെ, ബട്ട് ഈ ക്വസ്റ്റിന്റെ UPSCന്റെ ആൻസർ വാസ് think C, that is second statement is incorrect. Okay, but ഞാൻ പറഞ്ഞത് my assumption was both are correct because I thought okay both are logical. പക്ഷെ UPSCന്റെ ഇതിനകത്ത് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇൻകറക്റ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ലോജിക് എപ്പോഴും കറക്റ്റ് ആവത്തില്ല. അപ്പൊ ഞാൻ ഈ 3 ക്വസ്റ്റ്യനും ലാസ്റ്റ് ഇയർ ചെയ്തതാണ്. ഈ ക്വസ്റ്റ്യൻ തെറ്റി, മറ്റേത് രണ്ടും കറക്റ്റ് ആയി. ഓക്കെ, പക്ഷെ 3ഉം ഐ ടുക്ക് എ ഗസ്. പക്ഷെ ഈ 3 ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ എന്താ പറ്റിയത്? ഇത് തെറ്റിയപ്പോൾ -0.66 പോയി, മറ്റേത് രണ്ടിനും കൂടെ +2 +2 +4 കിട്ടി. ഓക്കെ, നമ്മുടെ ലോജിക് അതുകൊണ്ട് എപ്പോഴും വർക്ക് ആവത്തില്ല. പക്ഷെ ഇൻ ജനറൽ നമുക്ക് പോസിറ്റീവ് മാർക്സേ കിട്ടത്തുള്ളൂ. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ട് UPSCന്റെ ലോജിക് നമുക്ക് ഒരിക്കലും കിട്ടത്തില്ല, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഗസ് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കരുത്. ഇടയ്ക്കിടയ്ക്ക് UPSCന്റെ ലോജിക് വുഡ് ബി ഡിഫറെന്റ് ഫ്രം അവർ ലോജിക് ആൻഡ് സംടൈംസ് അവർ നോളജ് ഇസ് ഓൾസോ ലെസ്, റൈറ്റ്? മാർസൂപ്പിൽസിനെ പറ്റി നമുക്ക് അറിയത്തില്ല അധികം, പക്ഷെ എന്നാലും നമ്മുടെ ലോജിക്ക് വെച്ചും ഗസ് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ആയിട്ട് പോസിറ്റീവ് മാർക്സ് കിട്ടും. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എടുത്തത്. ജസ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ, ട്രൈ ദിസ് ഫോർ യുവർ സെൽഫ്. ഇത് 2018 ഒരു ക്വസ്റ്റ്യൻ ആണ്. I'll just give you 1 minute, just read this question and think of the answer. Okay, നിങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ള ഒരു അസംഷനിലാണ് ഞാൻ ചോദിക്കുന്നത്. In case you have seen it, it will be easy. But നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പോലും try this question. Okay, most of you would be able to eliminate some options and come to the right answer. So the question is with reference to GUCCHI. Okay, Gucci, sometimes mentioned in the news. Consider the following statements. It is a fungus. It grows in some Himalayan forest areas. It is commercially cultivated in the Himalayan foothills of northeastern India. So ഞാൻ ഇത് കാണുമ്പോൾ തന്നെ ഓക്കെ, ഇതെല്ലാം it grows in some Himalayan forest areas. It is commercially cultivated. അപ്പോൾ എന്താ? ഒന്നെങ്കിൽ പ്ലാന്റ് ആവാം, അല്ലെങ്കിൽ ഫംഗൈ ആവാം. പ്ലാന്റ് ആണെങ്കിൽ അവർ ഫംഗൈ ആക്കണം എന്നില്ല, ഫംഗൈ ആണെങ്കിൽ അവർ ചിലപ്പോൾ പ്ലാന്റ് ആക്കാം. പക്ഷെ ഞാൻ ചോദിക്കുക, ഫംഗൈ പേര് ഇങ്ങനത്തെ ഒരു ചെറിയ പേര് ഫംഗൈ കൾട്ടിവേഷൻ നടക്കുന്നുണ്ട്, സോ ഇറ്റ് ഇസ് വെരി ലോജിക്കൽ എന്നൊരു അസംഷനിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ സോ ദാറ്റ് ക്യാൻ ബി റൈറ്റ്. ഇറ്റ് ഗ്രോസ് ഇൻ സം ഹിമാലയൻ ഫോറസ്റ്റ് ഏരിയാസ്. ഹിമാലയ ഇസ് വെരി ബിഗ്, അതിൽ എവിടെയെങ്കിലും ഇത് വളരാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിലും നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പം മേ ബി ദാറ്റ് ഇസ് പോസിബിൾ. തേർഡ് സ്റ്റേറ്റ്മെന്റ് ഇനി പറയുന്നത് ഇറ്റ് ഇസ് കമേഴ്ഷ്യലി കൾട്ടിവേറ്റഡ് ഇൻ ദ ഫുഡ് ഹിൽസ് ഓഫ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ. സോ ഇതിനകത്ത് തെറ്റാൻ 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്ന്, കമേഴ്ഷ്യലി കൾട്ടിവേറ്റഡ് തെറ്റാൻ സാധ്യതയുണ്ട്, നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യയും തെറ്റാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബട്ട് എൻ്റെ ഒരു ജനറൽ നമുക്കൊരു ഇൻറ്റ്യൂഷൻ കിട്ടുന്നത് എന്താ? ഫംഗൈ ആവാൻ സാധ്യതയുണ്ട്. ഇറ്റ് ഗ്രോസ് ഇൻ സം ഹിമാലയൻ ഫോറസ്റ്റ് ഏരിയാസും ആവാൻ ചാൻസ് ഉണ്ട്. നമ്മൾ അതും ഓപ്ഷൻ വെച്ചും കൂടെ ഒന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് 1 and 2 കുറച്ചും കൂടെ. ഇഫ് യു ഹാവ് ടു ഡെഫിനറ്റ്ലി ചൂസ് എൻ ഓപ്ഷൻ, ഐ വുഡ് ചൂസ് 1 and 2. ഓക്കെ, ആൻസറും 1 and 2 തന്നെയാണ്. ആൻഡ് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു വുഡ് ഹാവ് റെഡ് ദിസ് ക്വസ്റ്റ്യൻ ഓൾസോ വുഡ് ഹാവ് ഐദർ ഗോൺ ഫോർ 1 and 2 ഓർ 2 and 3 പോയ ആൾക്കാരുണ്ടെങ്കിൽ ഇത് നോക്കി. ബട്ട് ഇൻ ജനറൽ നമുക്ക് ഇത് ആലോചിച്ച് 1 and 2 ഓർ 2 and 3 നമുക്ക് എത്താൻ പറ്റും. ഓക്കെ, 1 only 3 only ആവാൻ സാധ്യത കുറവാണ്. വൺ മോർ തിങ്, ഇനിയിപ്പോൾ പുതിയ സ്റ്റൈൽ ക്വസ്റ്റ്യൻ ആണ്, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറെ കൂടെ എളുപ്പമാണ്. കാരണം നമുക്ക് ഈ 1 only 3 only 1 and 2 2 and 3 എന്നൊന്നും ഇല്ല. നമുക്ക് എന്താ 1 ഓപ്ഷൻ അല്ലെ 2 ഓപ്ഷൻ 3 ഓപ്ഷൻ. അപ്പൊ ഇത് അങ്ങനത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിലും നമ്മുടെ ലോജിക് ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. ഫംഗൈ ആവാൻ സാധ്യതയുണ്ട്. ഇതിൽ ഒന്നെങ്കിൽ രണ്ടും കറക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആയിരിക്കും. സോ അഗെയിൻ വി ആർ കമ്മിങ് ഡൗൺ ടു 2 ഓപ്ഷൻസ്, ദാറ്റ് ഇസ് only 1 അല്ല, only 2 or only 3. ഓക്കെ, അതായത് 3 ഓപ്ഷൻസോ അല്ലെ 2 ഓപ്ഷൻസോ. ഈ പുതിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന്റെ അഡ്വാൻറ്റേജ് ഇത് തന്നെയാണ്. നമുക്ക് എക്സാക്ട് ഏതാണെന്ന് അറിയണ്ട, നമുക്കൊരു പ്രോബിലിറ്റി വെച്ചിട്ട് ഓക്കെ 2 or 3 ആയിരിക്കും എന്നൊക്കെ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരെണ്ണം നമുക്ക് എലിമിനേറ്റ് ചെയ്യാമെങ്കിൽ പറയാൻ പറ്റും only 3 എന്തായാലും ആവത്തില്ല, അല്ലെങ്കിൽ only 1 or only 2 ആവാം എന്ന്. ഓക്കെ.
സോ അഗൈൻ നമ്മൾ ഒന്ന് പ്രോബിലിറ്റി പ്ലേ ചെയ്യണം. ഒരു ഓപ്ഷൻ അറിയില്ല എന്ന് വിചാരിച്ചല്ല, ഒരു സ്റ്റേറ്റ്മെന്റ് അറിയില്ല എന്ന് വിചാരിച്ചത് വിടരുത്. ഓക്കെ. സെക്കൻഡ് തിങ് ഇസ് യൂസ് അവർ കോമൺ സെൻസ്. ഓക്കെ, നമ്മൾ ഇത്രയും പറഞ്ഞതും ഓൾമോസ്റ്റ് കോമൺ സെൻസ് തന്നെയാണ്. സോ ഒരിക്കലും നമ്മൾ ഓവർ തിങ്ക് ചെയ്ത് സിമ്പിളായിട്ട് കിട്ടാവുന്ന കാര്യം തെറ്റിക്കരുത്. ഓക്കെ, മോസ്റ്റ്ലി എല്ലാവർക്കും പറ്റുന്ന ഇതാണ്. ഇത് നമ്മളിപ്പോൾ റോട്ടിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരാൾ എന്തെങ്കിലും ചോദിക്കുവാണെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ആൻസർ പറയില്ലേ, അതുപോലെ തന്നെ ആലോചിച്ചാൽ മതി. ഓരോ വേർഡും ഇരുന്ന് അല്ലെങ്കിൽ കുറേ പോസിബിലിറ്റീസും ആലോചിച്ച് സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് തന്നെ ആലോചിച്ച് ആൻസർ ചെയ്താൽ മതി. എസ്പെഷ്യലി ഇങ്ങനത്തെ റാൻഡം ക്വസ്റ്റ്യൻസ്. ഓക്കെ, റാൻഡം ആയിട്ട് ചോദിക്കുന്ന ഈ ആനിമൽ കിങ്ഡത്തിൽ നിന്നും അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒത്തിരി ഓവർ തിങ്ക് ചെയ്യരുത്. നമ്മുടെ സമയവും പോവും, അത് വെച്ച് നമ്മുടെ അക്യുറസി കൂടത്തുമില്ല. ഇൻ ജനറൽ നോർമലായിട്ട് കോമൺ സെൻസ് യൂസ് ചെയ്ത് ആൻസർ ചെയ്താൽ മതി. ഓക്കെ, ഐ വിൽ ടേക്ക് സം എക്സാമ്പിൾസ്. സോ ദിസ് ഇസ് ഓൾസോ 2023 ക്വസ്റ്റ്യൻ. സം മഷ്റൂംസ് ഹാവ് മെഡിസിനൽ പ്രോപ്പർട്ടീസ്. ഓക്കെ, മഷ്റൂംസിന്റെ കുറച്ച് പ്രോപ്പർട്ടീസിനെ പറ്റിയാണ് തന്നേക്കുന്നത്. നമ്മൾ മഷ്റൂം പഠിച്ചു പോകുന്നൊന്നുമല്ല, UPSC സിലബസിൽ മഷ്റൂം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുമില്ല, നമ്മൾ ഇൻ ജനറൽ അങ്ങനെ പഠിക്കുന്നതും അല്ല. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുക, നമുക്ക് എന്താ ലോജിക്കലി തോന്നുന്നത് അതങ്ങ് ആൻസർ ചെയ്യുക, അത്രേ ഉള്ളൂ. ഓവർ തിങ്ക് ചെയ്യരുത്. മഷ്റൂംസ് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവാം അല്ലേ, വായിച്ചിട്ടുണ്ടാവും. മഷ്റൂംസ് കുറച്ച് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉള്ള, സൈക്കോ ആക്റ്റീവ് പ്രോപ്പർട്ടീസ് ഉള്ള മഷ്റൂംസും ഇറ്റ് ഇസ് വെരി മച്ച് പോസിബിൾ. ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ് ഉള്ളത് ഉണ്ടാവാം, ഏതെങ്കിലും മഷ്റൂമിന് ഇൻസെക്ടിസൈഡൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവാം. ഹാവ് ബയോലൂമിനസെന്റ് പ്രോപ്പർട്ടീസ്. ഓക്കെ, നമുക്കത് ഇല്ല എന്ന് പറയാനായിട്ട് നമ്മുടെ കയ്യിൽ ലോജിക് ഒന്നും ഇല്ല. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് ഇല്ല എന്ന് പറയാൻ എന്തെങ്കിലും ഒരു ഡെഫിനിറ്റ് ആയിട്ട് നോളജ് ഉണ്ടെങ്കിൽ മാത്രം അത് എലിമിനേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഫോർ അത് നാച്ചുറൽ ആയിട്ട് നമുക്ക് തോന്നുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് നാച്ചുറൽ ആയിട്ട് നമുക്ക് തോന്നുന്നത് എന്താ, എല്ലാം ശരിയാവാൻ ചാൻസ് ഉണ്ട്. സോ ഗോ ഫോർ ഓൾ 4. ഓക്കെ, ചിലപ്പോൾ ഓൺലി 3 ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലാവാൻ സാധ്യതയുണ്ട്, ആയിട്ടുമുണ്ട്. പക്ഷെ ഇഫ് യു ആർ ടു മേക്ക് എ ഗസ്, ഗോ ഫോർ ഓൾ 4. നമുക്ക് നമ്മുടെ നോളജ് വെച്ച് ഒന്നും തെറ്റാന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിൽ ഗോ ഫോർ ഓൾ 4. ദിസ് ഇസ് ഓൾസോ 2023 ക്വസ്റ്റ്യൻ. മൈക്രോ ഓർഗാനിസംസിനെ പറ്റിയാണ്. സോ ഇതിനകത്ത് ആദ്യം പറയുന്നു, സം മൈക്രോ ഓർഗാനിസംസ് ക്യാൻ ഗ്രോ ഇൻ എൻവയോൺമെന്റ്സ് വിത്ത് ടെമ്പറേച്ചർ അബവ് ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഇത് ഒന്നെങ്കിൽ നമുക്ക് അറിയുന്നുണ്ടാവും, വോൾക്കാനോസിലൊക്കെ എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെ പറ്റി ഇവൻ NCERT-യിലും ഉണ്ട്. ഇല്ലാന്നുണ്ടെങ്കിലും സം മൈക്രോ ഓർഗാനിസം അല്ല, അപ്പൊ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ ദി സ്റ്റേറ്റ്മെന്റ് ഇസ് റൈറ്റ്. അല്ലാണ്ട് നിങ്ങളിപ്പോ ടാർഡിഗ്രീഡ്സിനെ പറ്റിയൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ യു വുഡ് ഓൾറെഡി നോ ദിസ്. Some microorganisms can grow in environment with temperature below freezing point of water. Okay, ഇതും some microorganism ആണ്, ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ that is true. Some microorganisms can grow in high acidic environments with pH below 3. Again same logic അല്ലേ, ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് ഇല്ല എന്ന് തറപ്പിച്ച് പറയാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ go for that as right. Okay, that is all 3 statements are right. ചിലപ്പോൾ തെറ്റാവാനും പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മൾക്ക് എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക എന്നുള്ളതല്ല നമ്മുടെ എയിം. നമ്മൾ ചെയ്യുന്ന ഒരു 10-20 ക്വസ്റ്റ്യനിൽ ഒരു 15 എണ്ണം ശരിയാവണം, അത്രേ ഉള്ളൂ. ഓക്കെ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. ഇതിനകത്ത് ഫോളോയിങ്: ഇൻ ദ മേക്കിംഗ് ഓഫ് ഹൗ മെനി ഓഫ് ദി എബവ് ആർ ഹൈഡ്രോഫ്ലൂറോ കാർബൺസ് യൂസ്ഡ്. HFCs ഏതിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? എയറോസോൾ, ഫോം ഏജന്റ്സ്, ഫയർ റിട്ടാർഡൻസ് ആൻഡ് ലൂബ്രിക്കൻസ്. അഗൈൻ എൻ്റെ കയ്യിൽ ആലോചിക്കുമ്പോൾ എല്ലാം ലോജിക്കലാ. എയറോസോൾ ആകെ എനിക്ക് അറിയാവുന്ന HFCs റെഫ്രിജറൻസിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് എന്ന് മാത്രമേ അറിയത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് എയറോസോൾസ്, ഫോം ഏജന്റ്സ്, ഫയർ റിട്ടാർഡൻസ്, ലൂബ്രിക്കൻസ്. ഈ കറണ്ട് അഫയേഴ്സ് മാഗസിൻ കാണുമ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കാണാറുണ്ട്. നമ്മൾ എക്സാക്ട് ആയിട്ട് എന്താണെന്നൊന്നും നോക്കാറില്ല, എന്നാലും കാണുമ്പോൾ എല്ലാം കറക്റ്റ് ആയിട്ട് തോന്നി. അഗെയിൻ ഐ വെന്റ് ഫോർ ഓൾ 4. ഓക്കെ, ഇത് മൂന്നും 2023 ക്വസ്റ്റ്യൻസ് ആണ്. ആൻഡ് വാട്ട് ഹാപ്പൻഡ് വാസ്, UPSC-ന്റെ കീ വന്നപ്പം this was right, this was also right. ഇത് UPSC gave only 3. ഓക്കെ, അപ്പം ഇതിൽ ഏതാണ് തെറ്റെന്നൊന്നും എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അന്നും നമ്മൾ ഇത് പഠിച്ചു പോകുന്ന കാര്യമൊന്നും അല്ല. പക്ഷെ ഈ 3 അറിയാത്ത ചോദ്യത്തിൽ നിന്ന് എനിക്ക് എത്ര മാർക്ക് കിട്ടി? 2 എണ്ണം കിട്ടി, 1 എണ്ണം തെറ്റി. അപ്പം 4 മൈനസ് 0.66 3 മാർക്ക് കിട്ടി, 3.4 മാർക്സ്. ഓക്കെ, 3 ക്വസ്റ്റ്യൻ അറിയാത്ത ഉണ്ടായിരുന്നു, അതിൽ നിന്ന് വി വർ ഏബിൾ ടു ഗെറ്റ് 3.4 മാർക്സ്. അതാണ് ഞാനിവിടെ പറഞ്ഞു വന്നത്. നമുക്ക് അറിയാത്ത ഈ ഒരു 70 ചോദ്യത്തിൽ നിന്നും എങ്ങനെ മാർക്സ് മാക്സിമൈസ് ചെയ്യാമെന്ന്. ഫൈൻ.
So expect questions like this in this year's all prelims as well. നമ്മൾ പഠിച്ചു പോവാത്ത എക്സ്പെക്ട് ചെയ്യാത്ത ഏരിയാസിൽ നിന്ന് റാൻഡം ആയിട്ട് അല്ലെ നമ്മൾ അത്ര നമുക്കൊരു ധാരണ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ഏരിയാസിൽ നിന്ന് അവർ ചോദിക്കും. ലീവ് ചെയ്ത് ആസ് മച്ച് ആസ് പോസിബിൾ അവിടെ നിന്ന് ആലോചിച്ച് ആൻസർ ഇറ്റ്. ചിലപ്പോൾ തെറ്റും കുറച്ച് ക്വസ്റ്റ്യൻസ്, ബട്ട് സ്റ്റിൽ അവർ ഓഡ്സ് ആർ ഇൻ ഫേവർ, എസ്പെഷ്യലി ഇഫ് യു ആർ ഏബിൾ ടു എലിമിനേറ്റ് 1 or 2 ഓപ്ഷൻസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ only 1 only 2 എന്തായാലും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നതാ. 4 ഏതെങ്കിലും ഒരെണ്ണം മാത്രമേ ചിലപ്പം എക്സെപ്ഷൻ ആയിട്ട് വരത്തുള്ളൂ. കാരണം ഇൻ ജനറൽ വി നോ HFCs ഇങ്ങനത്തെ റെഫ്രിജറൻസിലും ഒക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന്. സോ ദർ ഇസ് 1 more question. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ തന്നെയാണ്. സോളാർ സ്റ്റോമിനെ പറ്റി ആണ് ക്വസ്റ്റ്യൻ. സോ ഇതിനകത്ത് ചോദിക്കുന്നത് സോളാർ സ്റ്റോം വരുമ്പം എന്തൊക്കെയാണ് പോസിബിൾ ഇഫക്ട്സ് ഓൺ ദി എർത്ത്. GPS and navigation systems could fail. Tsunamis could occur at equatorial regions. Power grids could be damaged. Intense auroras could occur over much of the earth. Forest fires could take place over much of the planet. Orbits of the satellite could be disturbed. Shortwave radio communication of the aircraft flying over polar regions could be interrupted. Okay. So again, logically ആലോചിക്കുക. എന്തെങ്കിലും ഒബ്വിയസ് ആണെന്ന് നമുക്ക് തെറ്റാൻ തോന്നുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ നോളേജ് വെച്ചിട്ട് ഇത് നടക്കാൻ സാധ്യത ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ മാത്രം അത് എലിമിനേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നാച്ചുറലി എല്ലാം ശരിയാന്ന് തന്നെ അസ്യൂം ചെയ്തോ. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും തെറ്റാന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? ബിഫോർ ഷോയിങ് ദി ഓപ്ഷൻസ് ഐ ജസ്റ്റ് റാൻഡം ആയിട്ട് ഐ ആസ്ക്. പോസ്റ്റിന് ഇത് 4th ഓപ്ഷൻ. ഇന്റൻസ് അറോറാസ് കുഡ് ഒക്കർ ഓവർ മച്ച് ഓഫ് ദി എർത്ത്. ഓക്കെ. ബട്ട് ഇത് ആക്ച്വലി ഈ അടുത്തും നടന്നിട്ടുണ്ട്. അറോറ എന്താ? സ്കൈയിലുള്ള ഒരു ലൈറ്റ് ആണ്. ഓക്കെ. ലൈറ്റ്സ് യൂഷ്വലി സോളാർ ഫ്ലെയർ വരുമ്പം കാണാറുണ്ട് ഈ പല ടൈപ്പ് ഓഫ്. കാരണം ഇത് സോളാർ ഫ്ലെയർ ഇന്റർഫിയർസ് വിത്ത് അവർ അറ്റ്മോസ്ഫിയർ. ഓക്കെ. പ്രിൻസി ഏതെങ്കിലും ഓപ്ഷൻ വരാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നുണ്ടോ? സുനാമി could occur at equatorial. സുനാമി കുഡ് ഒക്കർ അറ്റ് ഇക്വറ്റോറിയൽ റീജിയൻ. അത് കുറച്ച് നമുക്ക് എക്സ്ട്രീം ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. കാരണം സോളാർ ഫ്ലെയർ കാരണം സുനാമി വരേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ. സോ ദാറ്റ് ഇസ് എൻ എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ്. സോ അത് നമുക്ക് വേണേൽ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ രേഷ്മ വേറെ ഏതെങ്കിലും എക്സ്ട്രീം ആണെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് സെക്കൻഡ് ആണ് തോന്നിയത്. സുനാമീസ് കുഡ് ഒക്കർ അറ്റ് ഇക്വറ്റോറിയൽ റീജിയൻസ്. ഓക്കെ. സോ ഇത്രയും മാത്രമേ തോന്നുള്ളൂ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ ആൻസർ കിട്ടും. ഓക്കെ. ദീസ് ആർ ദി ഓപ്ഷൻസ് ദാറ്റ് UPSC ഗേവ്. സോ ഇതിനകത്ത് ഓക്കെ ഞാൻ ഇട്ടതിലൊരു ഇഷ്യൂ ആണ്. ഇതിനകത്ത് 2 ഇല്ല. ഓക്കെ. ഞാൻ കോപ്പി ചെയ്തതിലെ ഇഷ്യൂ. സോ ആൻസർ സി ഇറ്റ് സെൽഫ്. 2 ഇല്ലാത്ത ഓപ്ഷൻ. പിന്നെ ഏതാ നോക്കിയ? 4ഉം ഇല്ല. 4ഉം നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. 4 അല്ല, സോറി, ഇത് ഞാൻ കോപ്പി ചെയ്ത് ഞാൻ എഡിറ്റ് ചെയ്തതിന്റെ ഇഷ്യൂ ആണ്. 5ഉം ഇല്ല. ഓക്കെ. ഫോറസ്റ്റ് ഫയേഴ്സ് could take place over much of the planet. ഫോറസ്റ്റ് ഫയേഴ്സ് മച്ച് ഓഫ് ദ പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ ഹാഫ് ദ പ്ലാനറ്റിൽ വരത്തില്ല. ഓക്കെ. ഫോറസ്റ്റ് ഫയേഴ്സ് സോളാർ ഫ്ലെയർ കാരണം എങ്ങാനും മൈന്യൂട്ട് ചാൻസസേ ഉള്ളൂ, അല്ലാണ്ട് മൊത്തം പ്ലാനറ്റിൽ ഫോറസ്റ്റ് ഫയേഴ്സ് ഒന്നും വരത്തില്ല. ഓക്കെ. സോ ഇതിനകത്ത് 2ഉം 5ഉം ഇല്ല, ബാക്കിയെല്ലാം വരും. ഓക്കെ. അപ്പൊ ഇങ്ങനെ ലോജിക്കലി ആലോചിക്കുക. നമുക്ക് എന്തെങ്കിലും ഒബ്വിയസ് ആണെന്ന് തെറ്റാന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഗട്ട് ഫീലിംഗ് പറയുവാണെങ്കിൽ അത് തെറ്റാന്ന് എടുക്കുക, ബാക്കിയെല്ലാം കറക്റ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് പ്രോപ്പർ ലോജിക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ. അതായത് നമുക്ക് അവിടെ ഇരുന്ന് ആലോചിച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസും അത് നമുക്ക് ഐഡന്റിഫൈ ചെയ്താൽ മാത്രം മതി. ഐഡന്റിഫൈ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ഓക്കെ ഇതൊരു 2-3 മിനിറ്റ് ഇരുന്ന് ആലോചിച്ചാൽ അല്ലെ നമുക്ക് കിട്ടും എന്നുള്ള. ഫൈൻ. എസ്പെഷ്യലി ഞാനിപ്പോൾ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടില്ല. എക്കണോമിക്സിലാണ് ഇത് കുറെ കൂടെ വർക്ക് ചെയ്യുന്നത്. എക്കണോമിക്സ് കാരണം നമുക്ക് അറിയാം ഇപ്പൊ ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ഒക്കെ വരുമ്പം അപ്രീഷിയേറ്റ് ചെയ്യോ ഡിപ്രീഷിയേറ്റ് ചെയ്യോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അവിടെ നിന്നൊന്ന് ആലോചിച്ച് നമുക്ക് കിട്ടും. ഓക്കെ. അതും ലീവ് ചെയ്യരുത്. പിന്നെ അല്ലാണ്ട് റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ച് ലോജിക് വെച്ച് ചെയ്യാൻ പറ്റും. സോ ഇതും 2023 ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസംസ് പെർഫോം വാഗൽ ഡാൻസ് ഫോർ അതേഴ്സ് ഓഫ് ദ കിൻ to indicate the direction and the distance to a source of their food. So ഇപ്പൊ നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ ഡെഫിനറ്റ്ലി കണ്ടിട്ടുണ്ടാവും, ആൻസർ അറിയുന്നുണ്ടാവും. പക്ഷെ അസ്യൂം യു ഡോണ്ട് നോ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ.
എസ്പെഷ്യലി എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നമുക്ക് യൂഷ്വലി അറിയാവുന്ന കാര്യം പോലും അപ്പോൾ ഓർമ്മ വരത്തില്ല. അപ്പോൾ ഉള്ള കുറച്ച് ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ കാരണം യൂഷ്വലി നമുക്ക് എപ്പോഴും കിട്ടുന്ന ക്വസ്റ്റ്യൻ പോലും ചിലപ്പോൾ കിട്ടണമെന്നില്ല, അല്ലെ കിട്ടുന്ന ഫാക്ട് പോലും. അപ്പൊ അവിടെ നിന്ന് ഒന്ന് ആലോചിച്ച് നോക്കുക. സോ ഈ ക്വസ്റ്റ്യൻ ഈ എക്സാമിന് കണ്ടപ്പം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസംസ് പെർഫോം വാഗൽ ഡാൻസ്. ഓക്കെ, വാഗൽ ഡാൻസ് ചെയ്യണം ഫോർ അതേഴ്സ് ഓഫ് ദെയർ കിൻ ടു ഇൻഡിക്കേറ്റ് ദ ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസ് ടു എ സോഴ്സ് ഓഫ് ദെയർ ഫുഡ്. ഒന്ന് ഓപ്ഷൻ ഒക്കെ നോക്കിയപ്പം അതേഴ്സ് ഓഫ് ദെയർ കിൻ, കിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഫാമിലി ആൻഡ് കിൻ അല്ലേ. സോ ഒരു ഗ്രൂപ്പായിട്ട് താമസിക്കുന്ന എന്തെങ്കിലും ആയിരിക്കണം. സോ അങ്ങനെ ഞാൻ ആലോചിച്ചപ്പം ബട്ടർഫ്ലൈസും ഡ്രാഗൺ ഫ്ലൈസും ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത് ഒറ്റക്കായിട്ടാ. ഓക്കെ, അപ്പം കിൻ ഉണ്ടാവണമെങ്കിൽ ഇറ്റ് വുഡ് പ്രോബ്ലി ബി ഐദർ വാസ്പ് ഓർ ഹണി ബി. പിന്നെ ടു ഇൻഡിക്കേറ്റ് ദ ഡിസ്റ്റൻസ് ടു എ സോഴ്സ് ഓഫ് ദെയർ ഫുഡ്. ഇപ്പൊ വാസ്പിന്റെ ഫുഡ് എന്താന്ന് എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല, പക്ഷെ ഹണിബീന്റെ എനിക്കറിയാം. ഓക്കെ, ഇങ്ങനെ ഫ്ലവേഴ്സ് പോളിനേറ്റ് ഒക്കെ ചെയ്യാനൊക്കെ അതിന് സോഴ്സ് ഓഫ് ഫുഡ് നോക്കി പോകേണ്ട ആവശ്യമുണ്ട്. പിന്നെ ഇൻ ജനറൽ ഐ നോ ഹണി ബീസ് ആർ ലിറ്റിൽ ബിറ്റ് മോർ ക്ലെവർ ആൻഡ് മെച്ചുവർ. നമുക്കറിയാം ഒരു കോളനി ഉണ്ടാവും, അതിലൊരു ക്വീൻ ബി ഉണ്ടാവും. അപ്പം അത്യാവശ്യം ഒരു കിന്നുമായിട്ടൊക്കെ റിലേഷൻ ഉള്ള ഒരു ഓർഗാനിസം ഹണി ബി ആണെന്ന് എനിക്കറിയാം. വാസ്പിനെ പറ്റി എനിക്ക് അറിയത്തില്ല. സോ ഐ വെന്റ് ഫോർ ഹണി ബി ആൻഡ് ദാറ്റ് വാസ് ദി ആൻസർ. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നിരുന്ന് ആലോചിച്ചാൽ നമുക്ക് തോന്നും ഓക്കെ ലോജിക്കലി ഇതായിരിക്കും, അങ്ങനെയുള്ളതും ഗോ ഫോർ ഇറ്റ്. ഓക്കെ, ഇങ്ങനത്തെ തന്നെ ഒരു 10-15 ചോദ്യങ്ങളോളം അടുപ്പിച്ചുണ്ടായിരുന്നു. ദാറ്റ് ലക്ഷ്മികാന്തിന്ന് സ്പെക്ട്രത്തിന്ന് NCERT ഒന്നും അല്ലാത്തൊരു 15 ക്വസ്റ്റ്യൻ നേരെ കാണുമ്പോഴത്തേക്ക് നമ്മളതെല്ലാം വിടുവാണെങ്കിൽ നമുക്ക് അവിടെ തന്നെ ഒരു ഡിമോട്ടിവേഷൻ ആവും. മാത്രമല്ല ഈ 15 ക്വസ്റ്റ്യൻ ഞാൻ ആക്ച്വലി ചെയ്തപ്പോഴും എനിക്ക് എത്ര 8-9 ക്വസ്റ്റ്യൻ കിട്ടി, ബാക്കി 7 ക്വസ്റ്റ്യൻ എന്തോ തെറ്റി, എന്നാലും നെറ്റ് പോസിറ്റീവാ. ഓക്കെ, ഇതും 2023 തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ആനിമൽ കിങ്ഡത്തിൽ നിന്നൊക്കെയാണ്. അപ്പം ഈ ക്വസ്റ്റ്യൻ ഇത് കണ്ടിട്ട് നിങ്ങൾ ആനിമൽ കിങ്ഡം ഒന്നും പഠിക്കാൻ പോകണ്ട. നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ അഗ്രികൾച്ചറിൽ നിന്നായിരിക്കാം, വേറെ എന്തിനേലും ഒക്കെ ആയിരിക്കാം. അവിടെ നിന്ന് ആലോചിച്ച് തന്നെ ചെയ്താൽ മതി. എല്ലാ ടോപ്പിക്കിലും ഇത് വർക്ക് ചെയ്യും, നമ്മുടെ ഈ ലോജിക്കും റീസണിങ്ങും എല്ലാം. ഓക്കെ, ഞാനിപ്പോൾ 2023 ക്വസ്റ്റ്യൻസ് എടുത്തുന്നേ ഉള്ളൂ. വിച്ച് ഓഫ് ദ ഫോളോയിങ് മേക്സ് എ ടൂൾ വിത്ത് എ സ്റ്റിക്ക് ടു സ്ക്രേപ്പ് ഇൻസെക്ട്സ് ഫ്രം എ ഹോൾ ഇൻ എ ട്രീ ഓർ എ ലോഗ് ഓഫ് വുഡ്. സോ ഒരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ അല്ലെ, ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഇൻസെക്റ്റിനെ സ്ക്രേപ്പ് ചെയ്തെടുക്കുവാണ് എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റിക്ക് വെച്ച് സ്ക്രേപ്പ് ചെയ്തെടുക്കാൻ എന്താ, കുറച്ച് ഹാൻഡിന് ഡെക്സ്റ്ററിറ്റി ഒക്കെ ഉള്ള ഒരു ആനിമൽ ആണെങ്കിൽ കുറെ കൂടെ എളുപ്പമാണ്. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഈ സ്ലോത്ത് ബെയറിന് അനങ്ങാൻ തന്നെ പാടാ. ഓക്കെ, അത് പിന്നെ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇങ്ങനെ എടുക്കാനൊക്കെ ഡിഫിക്കൽട്ടാ. അതുപോലെ തന്നെ ഫിഷിംഗ് ക്യാറ്റിന് വായ വെച്ച് വല്ലതും ചെയ്യാൻ പറ്റുമായിരിക്കും, പക്ഷെ എന്നാലും പാടാന്ന് എനിക്ക് തോന്നി. ഓട്ടറും ചെറിയൊരു സാധനമാണ്, അതിനൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെ എന്താ സ്ക്രേപ്പ് ചെയ്ത് ഒരു ഹോളിൽ നിന്ന് എടുക്കാനൊക്കെ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. ഓക്കെ, മാത്രമല്ല ഓട്ടർ കുറച്ചും കൂടെ സ്ട്രീംസിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, ട്രീയിൽ അത്ര കണ്ടിട്ടില്ല. ബട്ട് ഒറാങ്ങോട്ടാങ് മേക്സ് പെർഫെക്റ്റ് സെൻസ്. അതിന് കൈയുണ്ട്, ഹ്യൂമൻസിനെ പോലെ സ്റ്റിക്ക് വെച്ചിട്ട് പലതും ചെയ്യാൻ പറ്റും. മാത്രമല്ല ട്രീസിലുമാണ് അത് ലിവ് ചെയ്യുന്നത്. ഓക്കെ, സോ ഐ തോട്ട് ഓക്കെ ഒറാങ്ങോട്ടാങ്ങിന് ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഇടയ്ക്ക് എക്സെപ്ഷൻസ് വരാം, ഇടയ്ക്ക് തെറ്റാനും സാധ്യതയുണ്ട് നമ്മൾ എത്ര ലോജിക്കലി ചെയ്താലും. പക്ഷെ ഇൻ ജനറൽ ഓക്കെ, ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓഡ്സ് ഒന്ന് പ്ലേ ചെയ്താൽ മതി, നമുക്ക് മിക്കവാറും കുറെ മാർക്ക് കിട്ടും. ഇൻറ്റുവിഷൻ, ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇൻറ്റുവിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം മനസ്സിൽ നിന്ന് തോന്നുന്ന ഒരു ആൻസർ. നമുക്ക് എപ്പോഴും നമുക്ക് ഒന്നും അറിയില്ലെങ്കിൽ പോലും 4 ഓപ്ഷൻ കാണുമ്പോൾ ഇപ്പോൾ ഒരു ആക്ട് തന്നിട്ട് ഈ ആക്ടിനെ പറ്റി 4 കാര്യം ചോദിക്കുമ്പോൾ നമുക്ക് തോന്നും മനസ്സിൽ നിന്ന് ഓക്കെ ഇതായിരിക്കും കറക്റ്റ്. അപ്പൊ നിങ്ങൾക്ക് വേറെ ലോജിക് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഗോ വിത്ത് ദാറ്റ് ഇൻറ്റ്യൂഷൻ. ഓക്കെ, ചിലപ്പം മോസ്റ്റ്ലി നമുക്ക് ആദ്യമൊക്കെ സംഭവിക്കുന്ന ആദ്യം ഇൻറ്റ്യൂഷനിൽ ഒരു ആൻസർ തോന്നും, പിന്നെ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഓവർ തിങ്ക് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു ഓപ്ഷൻ മാർക്ക് ചെയ്ത് മാറ്റി കുത്തും. അപ്പം അങ്ങനെ ഐ വുഡ് അഡ്വൈസ് യു നോട്ട് ടു ഡു. ഓക്കെ, നിങ്ങൾക്ക് ആദ്യത്തെ ആലോചനയിൽ എന്തെങ്കിലും ഒരു തെറ്റ് രണ്ടാമത്തെ ആലോചനയിൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. ഓക്കെ, ആദ്യം ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു വാക്ക് കണ്ടില്ല, അല്ലെ ഞാൻ ഇങ്ങനെ ചിന്തിച്ചില്ല, ഇപ്പൊ ആലോചിക്കുന്ന കുറെ കൂടെ ബെറ്റർ ആണ് നമുക്ക് മനസ്സിൽ നിന്ന് തന്നെ തോന്നുവാണെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 80% ഓഫ് ദ കേസസ് നമുക്ക് ആദ്യം മനസ്സിൽ നിന്ന് തോന്നുന്നത് തന്നെ ആയിരിക്കും കറക്റ്റ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എക്സാം ഹാളിൽ ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് നമുക്ക് തോന്നും ഓ എന്തിനാ മാറ്റിയത്, ആദ്യത്തെ തന്നെ പോയാൽ മതിയായിരുന്നു എന്ന്. ഓക്കെ, എപ്പോഴും ആദ്യത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഇൻറ്റ്യൂഷൻ തന്നെ മാർക്ക് ചെയ്താൽ മതി. ബിക്കോസ് ദാറ്റ് കംസ് ഫ്രം എക്സ്പീരിയൻസ്. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമുക്കൊരു ഐഡിയ വരും മനസ്സിൽ, നമുക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത. അപ്പൊ അതാണ് ഈ ഇൻറ്റ്യൂഷൻ. ഓക്കെ, so again I'll just take some questions.
ഇപ്പൊ ക്ലൈമറ്റ് ആക്ഷൻ ട്രാക്കർ ഓക്കെ 2022 2021 വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ക്ലൈമറ്റ് ആക്ഷൻ ട്രാക്കർ വിച്ച് മോണിറ്റേഴ്സ് ദി എമിഷൻ റിഡക്ഷൻ പ്ലെഡ്ജസ്. ഓക്കെ, സോ ഇതിപ്പോ വായിക്കുമ്പോൾ എന്തായിട്ടാ തോന്നുന്നത്? ക്ലൈമറ്റ് ആക്ഷൻ ട്രാക്കർ. കനിക, can you tell me? മനസ്സിൽ നിന്ന് എന്ത് തോന്നുന്നതെന്ന് പറഞ്ഞാൽ മതി, ശരിയാവാൻ തെറ്റാവാൻ കുഴപ്പമില്ല. ബസ് ജസ്റ്റ് what do you feel like? What is a climate action tracker? Kanika, if you can answer. Time എടുത്തിട്ട് പറഞ്ഞാൽ മതി. Yeah, just a minute. Yeah. So what can a climate action tracker be? Okay. Database probably. Okay. So ഒക്കെ കാണുമ്പോൾ തന്നെ ഇപ്പൊ ഇവിടെ ഓപ്ഷൻസ് ഉള്ളത് either database or some committee, agency or wing of something. Okay. So we have to track the climate action. And the best way to track a climate action is through a database, right? ബാക്കിയൊക്കെ ജനറിക് ഓപ്ഷൻസും ആണ്, ഏജൻസി, കമ്മിറ്റി, വിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. സോ അഗൈൻ അവർ ഇൻറ്റ്യൂഷൻ ടെൽസ് us ഡാറ്റാബേസ്. ബട്ട് വാട്ട് ഹാപ്പൻസ്, നമ്മൾ ആദ്യം ചെയ്യുമ്പോൾ ഡാറ്റാബേസ് മാർക്ക് ചെയ്യും, പിന്നെ സെക്കൻഡ് റൗണ്ട് വരുമ്പോഴത്തേക്ക് ഡാറ്റാബേസ് ആവത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു റാൻഡം കമ്മിറ്റി അണ്ടർ UNFCC വല്ലതും മാർക്ക് ചെയ്യും, അത് തെറ്റും. ഓക്കെ, അത് വേണ്ട, നമുക്ക് ആദ്യം ആലോചിച്ച് കിട്ടിയത്. ആൻഡ് അഗൈൻ വി ഡോണ്ട് ഹാവ് എനി സ്ട്രോങ് ലോജിക് ടു ഓവർ റൂൾ അവർ ഇനിഷ്യൽ ഇൻറ്റ്യൂഷൻ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഓവർ റൂൾ ചെയ്താൽ മതി. ചിലപ്പോൾ ഇത് സംഭവിക്കും, ഓക്കെ ഞാൻ ഈ നോട്ട് കണ്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ നേരത്തെ ആ ബീന്റെ ക്വസ്റ്റ്യനിൽ കിൻ കണ്ടില്ല, പിന്നെ ആയിരിക്കും കിൻ ശ്രദ്ധിക്കുന്നത്. ഇപ്പൊ കിൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ചേഞ്ച് യുവർ ഓപ്ഷൻ. അല്ല പുതിയ ഇൻഫർമേഷൻ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിക്ക് വിത്ത് യുവർ ഒറിജിനൽ ഇൻറ്റ്യൂഷൻ. ഫൈൻ. ഓക്കെ, read this question. This is also previous year question from 2018. He wrote biographies of Mazzini, Garibaldi, Shivaji and Sri Krishna. Again editing issue ആണ്. And he stayed in America for some time and was also elected to the Central Assembly. He was. Okay. So he wrote biographies of Mazzini, Garibaldi, Shivaji and Sri Krishna. He also stayed in America for some time and he was also elected to the Central Assembly. Who is it? Okay. നമുക്ക് in general modern history അറിയാം. അത് നമുക്ക് നമ്മുടെ നോളജ് ഒക്കെ വെച്ച് വിൽ ഹാവ് എൻ ഇൻറ്റ്യൂഷൻ. ഓക്കെ, ഇത് ഇയാളാവാനാണ് സാധ്യത എന്ന് തോന്നുന്നു. അനന്തലക്ഷ്മി, എന്താ മനസ്സിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ മതി, തെറ്റുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ആരാവാനാണ് സാധ്യത? അരബിന്ദോ ഘോഷ് കുറച്ചുകൂടെ റെവല്യൂഷണറി തിങ്കിങ് ഉള്ള ആളായതുകൊണ്ട് ഐ തിങ്ക് അതാകും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബാക്കിയെല്ലാം ഫ്രീഡം ഫൈറ്റേഴ്സ്, അരബിന്ദോ ഘോഷും ഫ്രീഡം ഫൈറ്റർ ആണ്, പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഒരു റാഡിക്കൽ തിങ്കിങ് വരുന്നത് കൊണ്ട് എനിക്ക് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഈ ലോജിക്കിന് കുഴപ്പമൊന്നുമില്ല. സോ മൈ തിങ് വാസ്, ഇതിനകത്ത് ശ്രീകൃഷ്ണയും ശിവാജിയും വരുന്നുണ്ട്. ഓക്കെ, മസീനിയും ഗരിബാൾഡിയും മാത്രമായിരുന്നെങ്കിൽ ഓക്കെ, ഇപ്പൊ പറഞ്ഞ ഒരു റാഡിക്കൽ തിങ്കിങ് വരാം. പക്ഷെ ശ്രീകൃഷ്ണയും ശിവാജിയും കൂടെ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു നാഷണലിസ്റ്റ് ലീനിങ് എനിക്ക് തോന്നി. ഓക്കെ, അതായത് ഇപ്പോഴത്തെ ഒരു ടേമിൽ പറയുകയാണെങ്കിൽ കുറച്ചും കൂടെ സ്ലൈറ്റ്ലി റൈറ്റ് വിങ് ആയിട്ട്. ഓക്കെ, എക്കണോമിക്കലി അല്ല, ജസ്റ്റ് പൊളിറ്റിക്കലി കുറച്ചും കൂടെ ഒരു നാഷണലിസ്റ്റ് ഫീലിംഗ് എനിക്ക് വന്നു. കാരണം ശിവാജിയും ശ്രീകൃഷ്ണയൊക്കെ കുറച്ചും കൂടെ അരബിന്ദോ ഘോഷ് എഴുന്നായിട്ട് എനിക്ക് തോന്നിയില്ല. അയാൾ കുറച്ച് കഴിഞ്ഞിട്ട് സ്പിരിച്വാലിറ്റിയിലൊക്കെ പോയി, ബട്ട് ഇൻ ജനറൽ എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ ബിപിൻ ചന്ദ്രപാലും സെയിം, അരബിന്ദോ ഘോഷ്, ബിപിൻ ചന്ദ്രപാൽ എല്ലാം കുറെ കൂടെ ലെഫ്റ്റ് ലീനിങ് ആയിട്ടാണ് ഇനിഷ്യലി ഉണ്ടായിരുന്നത്. പിന്നെ ഇതിനകത്ത് മോട്ടിലാൽ നെഹ്റുവും ലാല ലാജ്പത് റായും ഇവർ തമ്മിലൊരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഓക്കെ, ഐ തിങ്ക് യു വുഡ് ഹാവ് ലേൺഡ് ഇറ്റ് ഇൻ സ്പെക്ട്രം. ഇറ്റ് വാസ് കോൾഡ് എന്താ, റെസ്പോൺസിവിസ്റ്റും നോൺ റെസ്പോൺസിവിസ്റ്റും. ഓക്കെ, സോ റെസ്പോൺസിവിസ്റ്റ് അക്യൂസ് നോൺ റെസ്പോൺസിവിസ്റ്റ് ഓഫ് ബീയിങ് പ്രോ മൈനോറിറ്റീസ് ആൻഡ് റെസ്പോൺസിവിസ്റ്റ് വാണ്ടഡ് ടു പ്രൊട്ടക്ട് ദി മെജോറിറ്റി ഇൻട്രസ്റ്റ്, ബേസിക്കലി ഹിന്ദു ഇൻട്രസ്റ്റ് എന്നാണ് സ്പെക്ട്രത്തിൽ എഴുതിയേക്കുന്നത്. ഓക്കെ, ആൻഡ് നോൺ റെസ്പോൺസിവിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് മോട്ടിലാൽ നെഹ്റു, റെസ്പോൺസിവിസ്റ്റിൽ ഉണ്ടായിരുന്നതാണ് ലാല ലാജ്പത് റായും. ഓക്കെ, അപ്പൊ ഈ ഒരു ഐഡിയ വെച്ചിട്ട് ഐ തോട്ട് ഓക്കെ, സോ ഇതിനകത്ത് ഐ കുഡ്, ഇഫ് ഐ ഹാവ് ടു മേക്ക് എൻ ഗെസ്, ഐ വുഡ് ഗോ വിത്ത് ലാല ലാജ്പത് റായ്. ഓക്കെ, ഇത് എപ്പോഴും ഒന്നും വർക്ക് ചെയ്യത്തില്ല, കുറച്ച് കൺട്രൈവ് ലോജിക് ആണ്, ഐ നോ, ബട്ട് സ്റ്റിൽ മൈ തിങ് വാസ് ഐ വുഡ് എനിവേ അറ്റംപ്റ്റ് ഇറ്റ് ആൻഡ് ഐ ഹാവ് ടു ഗോ വിത്ത് വൺ ഓപ്ഷൻ. ആൻഡ് ഇതിനകത്ത് ഏറ്റവും ലോജിക്കലായിട്ട് എനിക്ക് തോന്നിയത് ലാല ലാജ്പത് റായ് ആണ്. ബട്ട് അഗൈൻ അരബിന്ദോ ഘോഷ് തോന്നാം, കുഴപ്പമൊന്നുമില്ല. ഐ ജസ്റ്റ് ടോൾഡ് യു മൈ തോട്ട് പ്രോസസ്. ഓക്കെ, പിന്നെ ഈ മസീനി, ഗരിബാൾഡിയും എല്ലാം കുറച്ചും കൂടെ എന്താ, ഈ ഒരു നേഷൻ, സ്ട്രോങ് നേഷൻ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു ചിന്താഗതിയും കൂടെ ആയിരുന്നു. റൈറ്റ്സിനോ അല്ല അതിനൊന്നും അധികം ഫോക്കസ് കൊടുക്കാണ്ട് കുറെ കൂടെ ഒരു നേഷൻ സ്റ്റേറ്റ് ബിൽഡ് ചെയ്യാനുള്ള. അപ്പൊ അതും കുറെ കൂടെ ലാല ലാജ്പത് റായിന്റെ
ഐഡിയാസുമായിട്ടാണ് ചേർന്ന് പോകുന്നത്. അത്രേ ഉള്ളൂ. സോ ദിസ് ഇസ് ദ ഇൻറ്റ്യൂഷൻ. ഓക്കെ, നൗ ടൈം മാനേജ്മെന്റ്. ദിസ് ഇസ് പെർഹാപ്സ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്, ബിക്കോസ് ഫസ്റ്റ് തിങ്, നിങ്ങൾ മോക്ക് ചെയ്യുന്നത് പോലെ അല്ല പ്രിലിംസ് എഴുതുന്നവർക്ക് അറിയുന്നുണ്ടാവും, ആക്ച്വൽ പ്രിലിംസിന് ടൈം കൂടുതൽ എടുക്കും. മോക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആൻസർ അറിയാമെങ്കിൽ നേരെ മാർക്ക് ചെയ്യും. ആക്ച്വൽ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് അറിയാമെങ്കിൽ പോലും നമ്മൾ 3 പ്രാവശ്യം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും. പിന്നെ ഓരോ ക്വസ്റ്റ്യൻ കഴിയുമ്പോഴും ആ ക്വസ്റ്റ്യൻ തന്നെയാണോ, ഇതിന്റെ നമ്പറിങ് കറക്റ്റ് ആണോ എന്ന് നോക്കും. പിന്നെ ഇൻ ജനറൽ നമുക്ക് ടെൻഷനും സ്ട്രെസ്സും എല്ലാം കുറച്ച് കൂടുതലും ആയിരിക്കും, കുറച്ച് സ്ലോയും ആയിരിക്കും. ഓക്കെ, സോ വെൻ യു ആർ ഡൂയിങ് എ മോക്ക്, ട്രൈ ടു ഫിനിഷ് ഇറ്റ് ഇൻ ലൈക്ക് 1 hour 50 minutes എല്ലാം, സോ ദാറ്റ് ബൈ ആക്ച്വൽ എക്സാം ആ ഒരു എക്സ്ട്രാ 10 minutes യു വിൽ ഹാവ്. ടൈം മാനേജ്മെന്റ് ഇഷ്യൂ ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല, ബട്ട് ഇൻ ജനറൽ കുറെ പേർക്ക് ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ടാണ് ഐ എം ജസ്റ്റ് സ്പെസിഫിക്കലി ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. മേക്ക് ഷുവർ ദാറ്റ് ലാസ്റ്റ് 5 minutes and 10 minutes യു ആർ നോട്ട് വെയിറ്റിംഗ് ഫോർ ദ ലാസ്റ്റ് 10 minutes ടു മാർക്ക് യുവർ OMR. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ട്രാറ്റജി യൂസ് ചെയ്യാം. മൈ സ്ട്രാറ്റജി വാസ്, ഞാൻ ആദ്യം തന്നെ 1 to 100 ഓർഡറിലാണ് ചെയ്തു പോവാറ്. ആൻഡ് ഐ വിൽ സോൾവ് ദി എൻറ്റയർ പേപ്പർ. പക്ഷെ ഷുവർ ആണെങ്കിൽ മാത്രം ഐ വിൽ മാർക്ക് ഇറ്റ് ഇൻ ദി OMR. ഷുവർ അല്ല, ബട്ട് ഇപ്പം ഇതുപോലെ ഇപ്പം ഞാൻ എടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ആദ്യത്തെ റൗണ്ടിൽ മാർക്ക് ചെയ്യുന്നതല്ല. ആദ്യത്തെ റൗണ്ടിൽ മാർക്ക് ചെയ്യുന്ന ഞാൻ ആദ്യം പറഞ്ഞ 30 ചോദ്യം ഉണ്ടല്ലോ, എനിക്ക് നേരെ പോളിറ്റിന്ന് അറിയാവുന്ന ചോദ്യമൊക്കെ മാർക്ക് ചെയ്യും. ഇപ്പം ഈ കാണിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ ഫസ്റ്റ് റൗണ്ടിൽ സോൾവ് ചെയ്യും. ഇപ്പം ഈ പറഞ്ഞൊക്കെ ചെയ്യും, പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ മാത്രമാണ് മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, സോ ഒരു 100 questions ഞാൻ റഫ്ലി ഒരു 1 hour 15 minutes, ചിലപ്പോൾ 1 hour 20 minutes വരെയൊക്കെ പോവാം. പക്ഷെ 1 hour 15 minutes ഒക്കെ ആകുമ്പോഴത്തേക്ക് 100 questions ചെയ്ത് തീരും. അതിലൊരു 20-30 എണ്ണം മാത്രം OMR മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ബാക്കി എനിക്കൊരു 30 തൊട്ട് 40 മിനിറ്റ് ഉണ്ട്. അപ്പം അതിനകത്ത് എനിക്ക് എല്ലാ ക്വസ്റ്റ്യനും ഒന്നും കൂടെ ആലോചിക്കാൻ സമയമൊന്നുമില്ല. എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം ഒന്നും കൂടെ ആലോചിക്കാൻ പറ്റും. അപ്പം ഞാൻ തിരിച്ച് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് പോവും. ഞാൻ OMR മാർക്ക് ചെയ്യാത്ത എല്ലാം മാർക്ക് ചെയ്യും. ചില ക്വസ്റ്റ്യൻസ് മാത്രം ഒരു ഹാൻഡ് പിക്ക് ചെയ്ത് ഒരു 10 ചോദ്യം മാത്രം ഞാൻ കുറച്ച് സമയം എടുത്ത് ആലോചിക്കും. ഓക്കെ, സോ ദാറ്റ് ഇൻ കേസ് എനിക്ക് തീരെ സമയം ഇല്ല എന്നുണ്ടെങ്കിലും എനിക്ക് എല്ലാ അവസാനം ഒന്ന് പെട്ടെന്ന് മാർക്ക് ചെയ്യാനും പറ്റും. എനിക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് സമയമെടുത്ത് ആലോചിക്കാനും പറ്റും. ഓക്കെ, കാരണം എനിക്കറിയാം അവസാനം ഒരു 5 minute ഉള്ളൂ എന്നുണ്ടെങ്കിലും ബാക്കി 70 ക്വസ്റ്റ്യൻ മാർക്ക് എനിക്ക് 5 minute മതി. ഓൾറെഡി എല്ലാം ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് വെച്ചിട്ടുണ്ട്. OMR മാർക്ക് ചെയ്താൽ മാത്രം മതി. അപ്പം ഇനി എത്ര സമയം കുറവാണെങ്കിലും ഞാൻ മര്യാദക്ക് ആലോചിക്കാണ്ട് ഒരു ക്വസ്റ്റ്യനും പോകത്തില്ല, കാരണം ഫസ്റ്റ് റൗണ്ടിലൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 10 മിനിറ്റത്തേക്ക് ഞാൻ വെക്കത്തുമില്ല. ഒരു ലാസ്റ്റ് 15 minutes ഉള്ളപ്പോൾ തന്നെ അത്യാവശ്യം എല്ലാം മാർക്ക് ചെയ്യും. ഒരു 5-10 ക്വസ്റ്റ്യൻസ് മാത്രം മാർക്ക് ചെയ്യാണ്ട് വെക്കും. അത് ലാസ്റ്റ് ഒരു 5-10 minutes ആലോചിച്ചിട്ട് മാർക്ക് ചെയ്യും. ഓക്കെ, മൈ സ്ട്രാറ്റജീസ് ഐ വുഡ് ഓൾവേസ് യൂസ് ടു മാർക്ക് 100 ഓൾ ദ ക്വസ്റ്റ്യൻസ്. നിങ്ങൾ ചെയ്യണമെന്നില്ല, സീ വാട്ട് വർക്ക്സ് ഫോർ യു. സോ വാട്ട് ഹാപ്പൻഡ് വിത്ത് മീ ഈസ്, ഞാൻ ഈ എൻ്റെ ഗെസ്സിങ് കുറെ കൂടി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് മോക്ക് ടെസ്റ്റിലെല്ലാം ഞാൻ 100 questions മാർക്ക് ചെയ്യുമായിരുന്നു. സോ എല്ലാ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴും എൻ്റെ ഈ ഗെസ്സിങ് കുറെ കൂടെ ബെറ്റർ ആക്കാൻ 100 questions മാർക്ക് ചെയ്യും. കുറെ കഴിഞ്ഞപ്പോൾ മോക്ക് ടെസ്റ്റിലൊക്കെ എനിക്ക് 100+ കിട്ടാൻ തുടങ്ങി. അപ്പോൾ മോക്ക് ടെസ്റ്റിലൊക്കെ ഈ സ്ട്രാറ്റജി 100+ കിട്ടുന്നതുകൊണ്ട് ഇനി എക്സാമിന് മാത്രം ഞാൻ ഈ സ്ട്രാറ്റജി മാറ്റേണ്ട കാര്യമൊന്നും ഞാൻ കണ്ടില്ല. അതുകൊണ്ട് ഓരോ ടെസ്റ്റിനും ഞാൻ 100 questions മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ ഒറിജിനൽ എക്സാമിന് ഞാൻ 100 questions മാർക്ക് ചെയ്തു. ആൻഡ് അഗെയിൻ ഇൻ ജനറൽ ഒരു 70% അക്യുറസി ഉള്ളതുകൊണ്ട് തന്നെ ഐ യൂസ് ടു ഗെറ്റ് പ്രിറ്റി ഗുഡ് മാർക്സ്. ബിക്കോസ് 30 question അറിയാവുന്നതുണ്ട്, ബാക്കി 70 question ഒരു 70 അല്ലെ 40 question കിട്ടിയാൽ തന്നെ എത്രയായി, മൊത്തം 70, ബാക്കി 30 തെറ്റും. ഓക്കെ, ദിസ് ഇസ് ദി ബേസിക് ഐഡിയ ഓഫ് ടൈം മാനേജ്മെന്റ്. ആൻഡ് വൺ ലാസ്റ്റ് തിങ് ഇസ് നെവർ ഗിവ് അപ്പ്. ഓക്കെ, കാരണം പലവരും എനിക്കറിയാം ക്ലിയർ ചെയ്യേണ്ടവരായിരുന്നു, പക്ഷെ എക്സാമിൻ്റെ 1 hour ഒക്കെ ആകുമ്പോൾ തന്നെ കിട്ടത്തില്ല എന്നൊരു തോന്നൽ വരും. പിന്നെ അവസാനത്തെ അരമണിക്കൂർ ഒന്നും ചെയ്യത്തില്ല, ചുമ്മാ ഇരിക്കും. അപ്പം ഇതൊന്നും നടത്തരുത്. കാരണം ഈ ചെയ്യുന്നവർ വരെ അവസാനം പോകുന്നത് ഒരു 4-3 മാർക്കിനൊക്കെ ആയിരിക്കും. അതായത് 2-3 ക്വസ്റ്റ്യനും കൂടെ കിട്ടുമായിരുന്നെങ്കിൽ അവർ ക്ലിയർ ചെയ്തേനെ. എനിക്ക് പേഴ്സണലി അറിയാവുന്ന കുറേ പേരുണ്ട്, അവർ ഇടയ്ക്ക് വെച്ച് ഗിവ് അപ്പ് ചെയ്തു എക്സാമിൻ്റെ. ഓക്കെ, പക്ഷെ പോയതോ കുറച്ച് മാർക്സിനോ. എന്തായാലും നിങ്ങൾക്ക് ഇത്രയും പ്രിപ്പയർ ചെയ്തുകൊണ്ട് കട്ട് ഓഫിൻ്റെ അടുത്ത് വരെ എത്തും, കുറച്ചൊരു പുഷും കൂടെ മതി. അപ്പം അതുകൊണ്ട് തന്നെ ഗിവ് അപ്പ് ചെയ്ത് ലാസ്റ്റ് 2 minute ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും സ്ട്രഗിൾ ചെയ്ത് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയെങ്കിലും ഒക്കെ കിട്ടുവാണെങ്കിൽ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്യാൻ നോക്കണം. ഇടയ്ക്ക് വെച്ച് ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. ഓക്കെ, ഇനിയിപ്പോൾ ലാസ്റ്റ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ മാർക്ക് ചെയ്തത് മാറിപ്പോയി, നമ്മൾ B ആയിരുന്നു ആൻസർ, മാർക്ക് ചെയ്തപ്പോൾ C ആയിപ്പോയി, അതൊന്നും കുഴപ്പമില്ല. അവിടെ വെച്ച് അതൊന്ന് മറന്നു കളയുക, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുക. ഓക്കെ, അതിന് ആലോചിച്ചിരിക്കരുത് ഈ തൊട്ടം തെറ്റിയത് കാരണം ഇനി കയറത്തില്ല എന്നോ അങ്ങനെയൊന്നും ആലോചിച്ചിരിക്കരുത്. കാരണം ഇതൊക്കെ സ്ഥിരം കോമൺ പറ്റുന്ന ഇഷ്യൂസ് ആണ്. അത്യാവശ്യം പ്രിപ്പയർ ചെയ്ത് പോയാൽ 2-3 സില്ലി മിസ്റ്റേക്സ് പറ്റിയാലും ഒന്നും ഒരു ഇഷ്യൂവും വരത്തില്ല. ഓക്കെ, സോ ദിസ് വാസ് ദി ബേസിക് ഐഡിയ. നൗ ഐ വിൽ ഓപ്പൺ ദ ഫ്ലോർ ഫോർ
think, yeah, questions. നിങ്ങൾക്ക് എന്തെങ്കിലും questions if you want to ask, or if you have any issues and you want me to solve, or എന്തെങ്കിലും related to preparation, you can ask. I'll help you. എനിക്ക് പറ്റുന്ന പോലെ. പ്രിൻസി, അനന്തലക്ഷ്മി, കാർത്തിക്, രേഷ്മ, സ്പൈസി, കനിക, ഹെന, എന്തെങ്കിലും if you want to ask me, you can ask. പോസ്റ്റിന, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ഓക്കെ, സോ ഇൻ ജനറൽ പേപ്പർ ചെയ്യും, യു ഫീൽ ഫ്രീ ടു ആസ്ക്. അതുവരെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇൻ ജനറൽ പേപ്പർ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ആദ്യം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നു, പിന്നെ നമുക്ക് ഒന്ന് ചെറിയ ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും കൂടെ ആലോചിച്ച് മാർക്ക് ചെയ്യുന്നു. ലാസ്റ്റ് നമുക്ക് തീരെ അറിയാത്ത ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഒന്ന് ആലോചിച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ വിട്ടാലും കുഴപ്പമില്ല. ഓക്കെ, സ്പൈസി, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? എല്ലാം ക്ലിയർ ആണ്. ക്ലിയർ ആണ്. ഓക്കെ, ഫൈൻ. ഫൈൻ. സോ ഇത്രയേ ഉള്ളൂ. മേക്ക് ഷുവർ ദാറ്റ് യു ഗോ വിത്ത് ഫുൾ കോൺഫിഡൻസ്. ദിസ് കോൺഫിഡൻസ് ഐ തിങ്ക് ഇസ് ദി കീ. ഓക്കെ, കോൺഫിഡൻസ് ആണ് ഇതിന്റെ മേജർ തിങ്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കൂളായിട്ട് ക്വസ്റ്റ്യൻസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഈ 2023 ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് പുറത്ത് വീട്ടിൽ നിന്ന് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിട്ട് തോന്നും. എക്സാം ഹാളിൽ ഇരുന്നിട്ടാണ് ഇതെല്ലാം ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസോടെ നമുക്ക് എക്സാം ഹാളിൽ ഇരുന്നും ഇതൊക്കെ ആലോചിക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസോടെ പോവുകയാണെങ്കിൽ എന്തായാലും ക്ലിയർ ചെയ്യും. ഓക്കെ, ഇപ്പം എനിക്കും ഞാൻ 5 പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബട്ട് നിങ്ങളെക്കാളും കൂടുതൽ നോളജ് ഒന്നും ഇല്ല. സ്റ്റാൻഡേർഡ് ബുക്സ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അത് കുറച്ച് തറവായിട്ട് അറിയാം. അത് നിങ്ങൾ മേക്ക് ഷുവർ ദാറ്റ് യു ആർ തറോ. മാപ്പ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം അതിൻ്റെ കൂടുതൽ കയറുന്ന 10,000 പേര് കയറുവാണെങ്കിൽ അതിൽ 9,000 ആൾക്കാർക്കും ഇത്രയും നോളജ് മാത്രമേ ഉള്ളൂ. ഓക്കെ, സ്റ്റാൻഡേർഡ് ബുക്സ് മാത്രം പഠിച്ചു പോകുന്നവരാ. അപ്പോൾ കോൺഫിഡൻ്റ് ആയിട്ട് പോവുക. അവിടെ നിന്ന് പതുക്കെ കാമായിട്ട് ആലോചിച്ച് നമുക്ക് തോന്നുന്ന ഒരു ആൻസർ മാർക്ക് ചെയ്യുക. എന്തായാലും ഒരു 50 ചോദ്യം 60 ചോദ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടാവും. അപ്പം അത് പാനിക് ചെയ്യരുത്, പതുക്കെ ആലോചിച്ച് ചെയ്താൽ മതി. ആലോചിച്ച് ചെയ്ത് കിട്ടുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ക്ലിയർ ചെയ്ത ആൾക്കാരെല്ലാം, എല്ലാവരും ഈ ഒരു ലെവലിൽ തന്നെയാണ്. ഓക്കെ, സോ ഡോണ്ട് തിങ്ക് യു വോണ്ട് ബി ഏബിൾ ടു ക്ലിയർ. പതുക്കെ നോക്കി ചെയ്താൽ മതി. ഫൈൻ. ഓക്കെ, ഫൈൻ. ഇഫ് യു വാണ്ട് ടു ആസ്ക് മീ സംതിങ് യു കൻ ആസ്ക്, അതർവൈസ് വിൽ വൈൻഡ് അപ്പ്. Amrita IAS Academy.